അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിപ്പോൾ കോഴിക്കോട് നിന്നും ഏകദേശം 11 കിലോമീറ്റർ നടന്ന് ചെട്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. എൻ്റെ ഈ പുറകിൽ കാണുന്നത് ചെട്ടിക്കുളം മസ്ജിദാണ്. ഇവിടെ വരുമ്പോൾ ഇന്നലത്തെ യാത്രയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. എന്നാൽ ഞാനൊരു 11 കിലോമീറ്റർ നടന്നു. രാവിലെ നമുക്ക് ഈ വണ്ടി എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു റെസ്റ്റ് എടുക്കണ്ട, രാവിലെ തന്നെ തുടങ്ങാം. അങ്ങനെ രാവിലെ തുടങ്ങി ഏകദേശം ഒരു 10 മണി വരെ നടന്നു. 10 മണിയൊക്കെ ആയപ്പോഴത്തേനും നല്ല വെയിൽ, നല്ല ചൂടായി, വേർത്ത് ഒഴുകും, ഷർട്ടൊക്കെ ഇങ്ങനെ മുഴുവനായിട്ട് നനയുന്ന രീതിയിലാവും. അപ്പോൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ ഒരു മസ്ജിദ് കിട്ടി. ആ മസ്ജിദിൽ നമസ്കാരവും പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ എല്ലാ മസ്ജിദും AC ആണ് കേട്ടോ. AC അല്ലാത്ത മസ്ജിദുകൾ വളരെ കുറവാണ്. എന്തായാലും അതിനകത്ത് ഒരു 4 മണി വരെ അതിനകത്ത് പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എഡിറ്റിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 4 മണി ആയപ്പോൾ അസറിന് ശേഷം ഞാൻ നടക്കാൻ തുടങ്ങി. ഒരു 4 മണിക്ക് നല്ല ചൂടാണ്, നടക്കാൻ പറ്റില്ല. കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്ത് ഒരു 5 മണിക്ക് കൃത്യമായിട്ട് നല്ല സ്പീഡിൽ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് കുറേ ദൂരം ചെന്നപ്പോൾ അപ്പോൾ നമ്മളങ്ങനെ നടന്ന് ചെട്ടിക്കുളം മസ്ജിദ് എത്തുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാ മതവിഭാഗങ്ങളും ഇടകലർന്ന് ജീവിക്കുന്ന സ്ഥലങ്ങളാണ് മിക്കതും. അല്ലാത്ത സ്ഥലങ്ങളുമുണ്ട്. ഈ ചെട്ടിക്കുളം എത്തുന്നതിന് മുൻപ് ഏകദേശം ഒരു 5-6 കിലോമീറ്ററുകൾ പള്ളികളോ ചർച്ചുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അമ്പലം, അതുപോലെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു ഏരിയ. അപ്പോൾ അവിടുന്ന് ഞാൻ നടന്നു തുടങ്ങുമ്പോൾ എനിക്കിത് അറിയില്ലായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ ഒരു റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം കിട്ടും എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ വന്നത്. പിന്നെ നമ്മുടെ ഈ വേഷമൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് അറിയില്ലല്ലോ, എന്താണ് നമ്മുടെ മനസ്സിനകത്തുള്ളത് എന്നുള്ളത് അറിയാത്തത് കൊണ്ടും ഒക്കെ ഒരു വിഷമം ഉണ്ടാവാം. എന്തായാലും ഞാൻ വരുമ്പോൾ വളരെ മാന്യമായ ഒരു രീതിയാണ് അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അവരെല്ലാവരും, പിള്ളേരായാലും എല്ലാവരും ഈ വേഷവും ഈ വണ്ടിയും കൂടി കാണുമ്പോൾ ഇതെന്താണ് എന്ന് ചോദിക്കാൻ വേണ്ടി, എന്താണെന്നുള്ളൊരു സംശയം അവരിലൊക്കെ ഉണ്ടാവും. അങ്ങനെ അവർ വന്ന് ഓരോ കാര്യങ്ങളും ചോദിച്ച്, ഒരാൾ വളരെ ദേഷ്യത്തിലും വന്നു കേട്ടോ. ഒരു ഡിഗ്രി പഠിക്കുന്ന ഒരു പയ്യനാണ്. അവൻ വന്നിട്ട്, നിങ്ങളിങ്ങനെ ഇതൊക്കെ എഴുതിയിട്ട് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആളുകൾ മുഴുവൻ നന്നാവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മൾ പ്രവർത്തിക്കുക മാത്രമേ ഉള്ളൂ, നമ്മുടെ പ്രവർത്തനം നമ്മൾ ചെയ്യുക, നമുക്ക് പ്രതിഫലം തരേണ്ടത് സർവശക്തനായ നാഥനല്ലേ എന്ന് ചോദിച്ചത്. അപ്പോൾ കൃഷ്ണനും അങ്ങനെ തന്നെയല്ലേ പഠിപ്പിച്ചത്, നമ്മൾ പ്രതിഫലേച്ഛയില്ലാതെ പ്രവർത്തിക്കണം എന്നാണല്ലോ കൃഷ്ണനും ഗീതയിലൂടെ നമ്മളെ പഠിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ബൈക്കിലാണ്. അത് പിന്നെ എന്നോട് ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു മോട്ടർ വെച്ചൊരു വണ്ടി അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കിൻ്റെ ഒരു വണ്ടിയോ കൊണ്ട് അതിൽ വെച്ച് നടന്നുകൂടാ, നിങ്ങൾ ഈ നടന്ന് ഇത്രയും ദൂരം നടക്കേണ്ട ആവശ്യം എന്താണ്? അവൻ്റെ വിഷമം കൊണ്ടവൻ പറയുന്നതാണ്. അപ്പോൾ ഞാൻ അവനോട് തിരിച്ച് ചെറിയൊരു ചോദ്യം, നിങ്ങളിപ്പോൾ വന്നത് ഒരു ബൈക്കിലാണല്ലോ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾക്കൊരു സൈക്കിൾ ഉപയോഗിച്ചുകൂടാ? അത് നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ ലക്ഷ്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് അതേപോലെ തന്നെ ഞാൻ ഈ വണ്ടി ഉന്തി വരാൻ കാരണം എനിക്കും ചില ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്ന് മയത്തിൽ സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ആളോട് പറഞ്ഞു, നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ ഈ പുസ്തകത്തിലൂടെ ഞാൻ ഉത്തരം തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവന് പുസ്തകം അതുവരെ തൊട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ പുസ്തകത്തിനെ പറ്റി ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിനോട് ഒരു പേജ് എടുക്കാൻ പറഞ്ഞു. ആ പേജ് എടുത്തപ്പോൾ ഒരു അറിവ് നേടണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ എങ്ങനെ ആയിരിക്കണം, അതുപോലെ ഒരു തന്നേക്കാൾ വയസ്സിന് മൂത്ത ആളുകളോട് എങ്ങനെ പെരുമാറണം, നമുക്ക് പരിചിതമല്ലാത്ത അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരാൾ ആദ്യമായിട്ട് കാണുമ്പോൾ അയാളോട് എങ്ങനെ സംസാരിച്ച് തുടങ്ങണം, എങ്ങനെയാണ് ജീവിതത്തിൽ ഒരു കാര്യങ്ങളെ കാണേണ്ടത്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് ആ പേജിൽ കണ്ടത്. അവനപ്പം തന്നെ 600 രൂപ എടുത്ത് തന്നു.
ഈ പുസ്തകം എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകം വാങ്ങി വളരെ സന്തോഷത്തോടു കൂടി പിരിയുകയും ചെയ്തു. വളരെ സന്തോഷം തോന്നി. അതുകൊണ്ട് ഇന്നലത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു എന്ന് കൂടി പറയാം. എന്തായാലും ഇതിന് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലല്ലോ. പുസ്തകം വിൽക്കുന്ന പൈസ ഈ യാത്രയ്ക്ക് പോലും തികയില്ല. എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ. നമുക്ക് ഈ പള്ളിയും അതുപോലെ ഇവിടുത്തെ കാര്യങ്ങളും ഇന്നലെ ഞാൻ എങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞത് അതിനുള്ള കാരണങ്ങളും കൂടി പറയാം. ഇതാണ് ചെട്ടിക്കുളം പള്ളി. ഒരുപക്ഷെ ഇതായിരിക്കാം ചെട്ടിക്കുളം, വറ്റി വരണ്ട് കിടക്കുന്ന ഈ കുളത്തിനായിരിക്കാം ചിലപ്പോൾ ചെട്ടിക്കുളം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇവിടെ നമസ്കരിക്കാനുള്ള സൗകര്യം, സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ വന്ന് ഈ ഗേറ്റിലൂടെയാണ് അകത്ത് കടന്നത്. ഇവിടെ നമുക്ക് ഉസ്താദിനെയൊക്കെ കാണാം. ഉസ്താദ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ വന്നതും ഇന്നലെ ഞാനിവിടെ എത്തി. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ എവിടെയാണ് താമസിക്കുക, എവിടെയാണ് നമുക്ക് എന്ത് ഭക്ഷണമാണ് കിട്ടുക, ഒന്നും അറിയാത്ത ഒരു യാത്രയാണ്. അപ്പോൾ ഈ യാത്രയിൽ ഞാനിവിടെ എത്തി. അപ്പം വരുന്ന സമയത്ത് ഇശാ നമസ്കാരം കഴിയാറായ സമയമായിരുന്നു. മഗ്‌രിബിന് എവിടെയും സമയമൊന്നും കിട്ടിയില്ല. അങ്ങനെ നടന്നുകൊണ്ട് ഇവിടെ എത്തി. നമസ്കാര ശേഷം ഞാനങ്ങനെ ഇരുന്നു. ഈ പള്ളി 2-3 ആളുകളോട് ഞാൻ ചോദിച്ചു, ഈ പള്ളി അടച്ച് ഇടുന്ന പള്ളിയാണ്, തുറന്നിടുന്നതാണ്? അപ്പോൾ ഇത് അടച്ചിടുന്ന പള്ളിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മനസ്സിൻ്റെ ഒരു അറിയാലോ, ഇനി അടുത്തൊന്നും എവിടെയൊന്നും ഇല്ല, എനിക്കിനി നടക്കാനും വയ്യ. 11 കിലോമീറ്റർ നടന്നു കഴിഞ്ഞു. ഈ 200 കിലോ വെയിറ്റുള്ള ഈ വണ്ടിയും വലിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഇനിയിപ്പോൾ ഇത് അടച്ചിടുന്ന പള്ളിയാണ് കിട്ടിയത്, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടിങ്ങനെ ആലോചിച്ചിരുന്നു. അവസാനം എല്ലാവരും പോകുന്നത് വരെ കാത്തിരുന്നു. അവസാനം ഉസ്താദ് വന്നു. ഉസ്താദ് വന്നിട്ട് എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ നടന്നു വരുന്ന ഒരാളാണ്. ഈ പള്ളി നിങ്ങൾ അടച്ചിടുന്ന രീതിയിലാണല്ലോ ഉള്ളത് അല്ലേ? അപ്പോൾ അത് അടച്ചിടുന്ന പള്ളി തന്നെയാണ്. അതിൻ്റെ കമ്മിറ്റിക്കാരും ഒക്കെ അങ്ങനെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ ഇരുന്നു. ഇനിയിപ്പോൾ എന്തായാലും പുറത്ത് കാണുന്ന അത് ഞാൻ കാണിച്ചു തരാം. പുറത്തേക്ക് ഇതാണ് ഗേറ്റിൻ്റെ പുറം ഭാഗം. അപ്പോൾ അവിടെ എവിടെയെങ്കിലും കിടക്കാം എന്ന് കരുതി, എന്തായാലും അല്ലെങ്കിൽ ആ വണ്ടിയിലോ ഒക്കെ കിടക്കാമെന്ന് കരുതി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ ഗേറ്റ് അടയ്ക്കുന്നത് വരെ അകത്തിരിക്കാം, ഗേറ്റ് അടയ്ക്കുമ്പോൾ ഞാൻ പുറത്ത് പോയിക്കോളാം. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് പതിവില്ലാതെ കമ്മിറ്റിക്കാരിൽ പ്രധാനിയായ ഒരാൾ രാത്രി ഞാൻ പുറത്തേക്ക് കിടക്കുന്ന സമയത്ത് അദ്ദേഹം അകത്തേക്ക് കിടക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഇത് അടച്ചിടുന്ന ഒരു പള്ളിയായതുകൊണ്ട് ഞാൻ അതിൻ്റെ പുറത്ത് കിടന്നോളാം. എനിക്ക് രാവിലെ എന്തായാലും നമസ്കരിക്കാൻ സമയത്ത് പള്ളി തുറക്കുമല്ലോ, അപ്പോൾ ഞാനിതിനകത്ത് കിടന്നോളാം, ഞാൻ ഈ പള്ളിക്ക് കാവലായിട്ട് പുറത്ത് കിടക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരുപാട് ആളുകളോട് സംസാരിക്കേണ്ടതൊക്കെ ഉണ്ടാവും ഒരാളവിടെ താമസിപ്പിക്കണമെന്നുണ്ടെങ്കിലേ. അപ്പോൾ അദ്ദേഹം ഞാനങ്ങനെ പോയിട്ട് വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞു, നിങ്ങളിവിടെ പുറത്ത് കിടക്കണ്ട, അകത്ത് തന്നെ കിടക്കും, അകത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്കൊരു സ്ഥലം കാണിച്ചു തന്നു. ആ സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ സ്ഥലം. ശരിക്കും പറഞ്ഞാൽ ഇത് സ്ത്രീകൾക്ക് നമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതാണ് എനിക്ക് വേണ്ടി അവർ തന്ന സ്ഥലം. ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ വൃത്തിയുള്ള ഒരു സ്ഥലമാണ്. ഇവിടുന്ന് വീഡിയോ ചെയ്യാനും സാധിച്ചു. രാത്രിയിൽ ഒരു 10-11 മണിയായപ്പോൾ 12 മണിയായി എൻ്റെ ഡ്രസ്സ് കഴുകലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ. അതിനുശേഷം ഞാൻ തന്നെ എൻ്റെ കയ്യിലൊരു എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ കഴുകി ഉണക്കാനിട്ടു. നേരം വെളുത്തപ്പോഴും ഡ്രസ്സ് ഉണങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഉണങ്ങാത്ത ഡ്രസ്സ് തന്നെ വീണ്ടും ഇട്ടുകൊണ്ട് ഇതാണ് ഡ്രസ്സ് ഉണക്കാൻ വേണ്ടി ഞാൻ കെട്ടിയ അയൽ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ രാത്രി അത് അയൽ കെട്ടിയ രാത്രി ഒരു 12 മണിയായി ഡ്രസ്സൊക്കെ കഴുകി ഉണക്കാൻ ചെല്ലുമ്പോൾ. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഡ്രസ്സ് ഉണങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും ആ ഡ്രസ്സ് കുറച്ച് നേരം ഇടുമ്പോഴത്തേനും അത് ഉണങ്ങി കിട്ടും, ഇസ്തിരി ഇട്ട പോലെ ആവും. അപ്പോൾ ഈ ഡ്രസ്സ് കഴുകി ഉണക്കാതെ ഇട്ടിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഇപ്പോൾ അത് ഉണങ്ങിയിട്ടോ. അതിൽ നമസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അകത്ത് AC ആണല്ലോ, AC-ൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും. അങ്ങനെ ഇന്നലത്തെ
സംഭവബഹുലമായ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മൾ യാത്ര തുടരുകയാണ്. ഇന്ന് എവിടെ എത്തും, എന്ത് കഴിക്കും, എവിടെ താമസിക്കും, എവിടെ റെസ്റ്റ് എടുക്കും ഒന്നും അറിയില്ല. യാത്ര തുടങ്ങുകയാണ്. എല്ലാം സർവശക്തനായ നാഥനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ യാത്ര തുടരും. പിന്നെ ഇപ്പോൾ നമ്മൾ ഏകദേശം കന്യാകുമാരിയിൽ നിന്നും 500 കിലോമീറ്ററോളം നടന്ന് നീങ്ങിക്കഴിഞ്ഞു. ഇനി വെറും 200 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. ആ 200 കിലോമീറ്റർ കൂടി ആരോഗ്യത്തോടു കൂടി ഈ വളരെ ബുദ്ധിമുട്ടുള്ള ഈ കാലാവസ്ഥയെ തരണം ചെയ്തുകൊണ്ട് നടക്കേണ്ടതുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണമെന്ന അപേക്ഷയോടെ ഹരിസ്രാം.